മന്ത്രിസഭാ യോഗങ്ങൾ അല്പം മുമ്പ് മുഖ്യമന്ത്രി വി ഡി സതീശൻ വിശദീകരിക്കുകയുണ്ടായി. വകുപ്പ് തല ഏകോപനത്തിന് പുതിയ സംവിധാനം തയ്യാറാക്കും. ഡാറ്റ ഡ്രിവൺ ഫയൽ നീക്കത്തിലേക്ക് സർക്കാർ കടക്കും. പദ്ധതി നടത്തിപ്പിന് മാപ്പിംഗ് സംവിധാനം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ പദ്ധതികൾക്ക് പ്രോട്ടോകോൾ വരും. പദ്ധതി നടത്തിപ്പിലെ കാലതാമസത്തിനും അധിക ചെലവിനും നിയന്ത്രണമുണ്ടാകും. അതിവേഗ റെയിൽ പദ്ധതിക്കുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ട് ലഭിച്ചതായി മുഖ്യമന്ത്രി പറയുന്നു. ഇ ശ്രീധരൻ്റെ റിപ്പോർട്ട് അപൂർണമാണ് എന്ന് വിദഗ്ധ സമിതി വിലയിരുത്തി. ഇപ്പോഴത്തെ രൂപത്തിൽ പദ്ധതി നടപ്പാക്കരുതെന്ന് സമിതി പറയുന്നു. കേരളയിൽ പറ്റിയ അബദ്ധം ആവർത്തിക്കരുത്. റിപ്പോർട്ട് പഠിച്ച ശേഷം തീരുമാനമുണ്ടാകുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ വിഴിഞ്ഞത്ത് ഗൂഢാലോചനയൊന്നുമില്ല എന്നൊക്കെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്കിൽ നിന്നും റോജി ഇലവനാങ്കുഴി ചേരുന്നുണ്ട്. റോജി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് റോബിൻ. ഇന്ന് പ്രധാനമായും മുഖ്യമന്ത്രി വി ഡി സതീശൻ 3 കാര്യങ്ങൾ ഊന്നിയാണ് പറഞ്ഞത്. ഒന്ന്, ഡേറ്റ ഡ്രിവൺ പദ്ധതി പോളിസി സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നു. രണ്ടാമത്, ഇ ശ്രീധരൻ്റെ അതിവേഗ റെയിലിനെ കുറിച്ചുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ADGP അജിത് കുമാറിനെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ചാണ്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും ഇന്നത്തെ മീഡിയ ബ്രീഫിംഗിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്. അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡാറ്റാധിഷ്ഠിത ഭരണ നിർവഹണത്തിലേക്ക് സർക്കാർ മാറുകയാണ്. അതിൻ്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിൽ ബിസിനസ് പോളിസി ആൻഡ് പ്രോസസ്സിംഗ് റീ എഞ്ചിനീയറിംഗ് സെൽ എന്ന് പറയുന്ന ഒരു പുതിയൊരു സെൽ രൂപീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കാർ ഓഫീസുകളിൽ പലപ്പോഴും ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിനുള്ള ഒരു കാലതാമസം എടുക്കുന്നുണ്ട്. പ്രൊജക്റ്റുകൾ സംസ്ഥാനത്ത് എവിടെയെല്ലാം നടക്കുന്നുണ്ട്, അത് എത്ര വേഗത്തിലാണ് നടക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വകുപ്പുകൾ തമ്മിലുള്ള ഒരു ഏകോപനം ഇല്ലായ്മ. അതുകൊണ്ട് തന്നെ വകുപ്പുകൾ തമ്മിലുള്ള ഒരു ഏകോപനം നടപ്പിലാക്കുകയും ഇനി പേപ്പർ ഫയലുകളല്ല, അതിന് അപ്പുറത്തേക്ക് നമ്മൾ സിസ്റ്റത്തിലൂടെയുള്ള ഒരു സോഫ്റ്റ് ഫയൽസ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ എല്ലാം ഒരു ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒന്നാണ് ഈ ബിസിനസ് പോളിസി ആൻഡ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് സെല്ലിലൂടെ എന്ന് പറയുന്ന സെല്ലിലൂടെ ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇത് ഒരുപാട് കാലതാമസം വരുന്നുണ്ട് പല രീതിയിലുള്ള ഫയലുകൾ നീങ്ങുന്നതിന്. അതായത് ഫയൽ നീക്കത്തിലെ ഒരു കാലതാമസവും അതുപോലെ പൊതുഭരണ വകുപ്പിന് കീഴിൽ ഒരു പ്രത്യേക സെല്ല് വേണം എന്നുള്ളതും കൂടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഫയലുകളുടെ നിലവിലെ അവസ്ഥ എന്താണ് എന്ന് പലപ്പോഴും അറിയാൻ കഴിയുന്നില്ല. ഈ ഫയലുകൾ എവിടെയാണ് കുരുങ്ങിക്കിടക്കുന്നത് എന്ന് പലപ്പോഴും അറിയാൻ കഴിയുന്നില്ല. സാധാരണക്കാരായ ജനങ്ങൾ ഒരു വില്ലേജ് ഓഫീസിലേക്കോ അതേപോലെ കളക്ടറേറ്റിലേക്കോ ഒക്കെ ചെന്ന് കഴിയുമ്പോൾ ഇവരുടെ ഫയലുകൾ എവിടെയാണ് ഉള്ളത് എന്ന് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നിരവധി കാലതാമസം നേരിടുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ഓഫീസുകളിലെയും സാധാരണക്കാരായ ജനങ്ങൾ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ഇതെല്ലാം ഏകോപനമില്ലായ്മയുടെ ഭാഗമായിട്ടാണ്. കഴിഞ്ഞ സർക്കാരുകളൊന്നും തന്നെ ഇതിനെതിരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സർക്കാർ കയറി ഇത്രയും സമയം ആകുന്നതോടുകൂടി തന്നെ ഒരു ഏകോപനം ഉണ്ടാക്കുകയും അതുപോലെ ഡേറ്റ ഡ്രിവൺ പദ്ധതിക്ക് രൂപം കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്. അതായത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള പ്രൊജക്റ്റുകളുണ്ട്, റോഡ്, പാലങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റുകളെല്ലാം എവിടെയെല്ലാമാണ് നടക്കുന്നത്, അത് എന്തെല്ലാമാണ് നടക്കുന്നത്, അത് എത്ര കാലമായി തുടങ്ങിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് തുക എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ അറിയേണ്ടതുണ്ട്. അതിന് ഒരു പ്രൊജക്ട് മാപ്പിംഗ് സംവിധാനം ഉണ്ടാക്കും എന്നാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്. ഈ പ്രൊജക്ട് മാപ്പിംഗ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റിന് എത്ര രൂപയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് തുകയായി വകയിരുത്തിയിരിക്കുന്നത്, അതിന് എത്ര രൂപയോളം ഇപ്പോൾ ചിലവഴിച്ചിട്ടുണ്ട്, അത് എത്ര ശതമാനം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു വിരൽത്തുമ്പിൽ അറിയാൻ കഴിയുന്നതിന് ഏറെ സഹായകരമാവുന്ന ഒന്നാണ് ഈ പ്രൊജക്ട് മാപ്പിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രൊജക്ട് മാപ്പിംഗ് നടപ്പിലാക്കും എന്നും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ശ്രീധരൻ വിഭാവനം ചെയ്ത അല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറാക്കിയ അതിവേഗ റെയിലിനെ കുറിച്ചാണ്. ഈ അതിവേഗ റെയിലിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു 3 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. അവർ പഠിച്ചതിന് ശേഷം ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. ഈ റിപ്പോർട്ട് അപൂർണമാണ് എന്നാണ് വിലയിരുത്തൽ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇപ്പോഴത്തെ രൂപത്തിൽ ഒരിക്കലും ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ യാത്രാ സാധ്യതകൾ, യാത്രക്കാരുടെ എണ്ണം എന്നിവ തിട്ടപ്പെടുത്തിയിട്ടില്ല. പദ്ധതി പ്രകൃതിയെ എങ്ങനെ ബാധിക്കുമെന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടില്ല. ചരക്കു ഗതാഗതത്തിന് ഈ പദ്ധതിയിൽ പരാമർശമില്ല. അതുപോലെ യാത്രാ സംവിധാനം മാത്രമാകുന്നത് ഭാവിയിൽ വലിയ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും. ഈ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് സമിതി വിലയിരുത്തിയത്. ചരക്ക് ഗതാഗതത്തിന് കാര്യമായിട്ടുള്ള ഒന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത് കൊണ്ട് തന്നെ അത് എത്രത്തോളം നഷ്ടത്തിലേക്ക് മാത്രമാണ് പോകുന്നത്, സാമ്പത്തികമായി വലിയ രീതിയിലുള്ള നഷ്ടത്തിലേക്ക് പോകും എന്നും ഈ വിദഗ്ധ സമിതി അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ ശ്രീധരൻ കണക്കാക്കിയത് 60,000 കോടി രൂപയാണ്. എന്നാൽ ഇതിനേക്കാൾ ഇരട്ടി രൂപ ഇതിനു വേണ്ടി ചിലവാകും. അതനുസരിച്ച് നിർമ്മാണത്തിന് വേണ്ടി വരും എന്നും ഈ സമിതി കണ്ടെത്തിയിട്ടുണ്ട്.
കൃത്യമായ പഠനങ്ങൾ നടത്താതെയാണ് കേരയിൽ എന്ന് പറയുന്ന പദ്ധതി കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്നത്. എന്നാൽ ആ പഠനങ്ങളുടെ അപര്യാപ്തത മൂലം തന്നെ അത് നടക്കാതെ പോവുകയായിരുന്നു. ജനങ്ങളുടെ എല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമായിരുന്നു. അങ്ങനെ ഒരു പദ്ധതിയായി പോകാൻ പാടില്ല ഈ പദ്ധതി. അതുകൊണ്ട് വേണ്ട രീതിയിലുള്ള പഠനങ്ങൾക്കെല്ലാം ശേഷം മാത്രം ഈ പദ്ധതി വിഭാവനം ചെയ്യും എന്നുകൂടി ഇന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. പിന്നെ ഭൂമിയുടെ ലഭ്യതയെക്കുറിച്ചുള്ള ഒരു പഠനം നടന്നിട്ടില്ല. ജലഗതാഗതം, ചരക്ക് ഗതാഗതം എന്നിവയെല്ലാം ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്ക് അനുസരിച്ച് മറ്റൊരു വിശാലമായ ഒരു പഠനം കൂടി നടത്തേണ്ടതുണ്ട്. അത് നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും സർക്കാർ സ്വന്തം ചിലവിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളത് പറയുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നമുക്ക് പോകേണ്ടത് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിലേക്കാണ്. ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ കുട്ടികളെ തല്ലിയവരെയൊന്നും ഞാൻ മറക്കില്ല എന്ന് പരാമർശം ഉണ്ടായിരുന്നു. ഏറെ കയ്യടി നേടിക്കൊടുത്ത ഒരു കാര്യമായിരുന്നു. നമുക്കറിയാം, ആലപ്പുഴയിൽ എ.ഡി. തോമസിനെയും കൂട്ടുകാരനെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ച ആ സംഭവത്തിൽ നടപടി എടുക്കുമെന്ന് കർശനമായ രീതിയിലുള്ള ഒരു കാര്യം അന്ന് വി ഡി സതീശൻ പ്രസ്താവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പലപ്പോഴും അതിൽ നിന്ന് പിന്നോട്ട് മാറുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഫയലുകളെല്ലാം പൂഴ്ത്തിവെക്കുന്നതിന് വേണ്ടി ADGP ആയിരുന്ന അജിത് കുമാർ ശ്രമിച്ചുവെന്നും അദ്ദേഹം കുറ്റക്കാരനാണ് എന്നും ഒരു കണ്ടെത്തൽ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക അന്വേഷണ സമിതിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം എ.ഡി. തോമസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. കാക്കിക്കുള്ളിലെ ഒരു ക്രിമിനലാണ് ADGP ആയിരുന്ന അജിത് കുമാർ എന്ന് പറയുകയുണ്ടായിരുന്നു. ഇത്രയൊക്കെ ക്രൂരമായ രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടും ഈ ഫയലുകളെല്ലാം മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ പൂഴ്ത്തിവെക്കുന്നതിനൊക്കെ ചെയ്തിട്ടും ഇപ്പോൾ എന്തുകൊണ്ട് നടപടി ആകുന്നില്ല എന്ന ഒരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. അതിന് സാങ്കേതിക കാരണങ്ങളെല്ലാം പറഞ്ഞ് വി ഡി സതീശൻ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇതെല്ലാം ഈ ആരോപണങ്ങൾ അടങ്ങിയ റിപ്പോർട്ടുകളൊന്നും തന്നെ ആഭ്യന്തര വകുപ്പിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഇന്നലെ നടന്ന രമേശ് ചെന്നിത്തലയുടെ മാധ്യമങ്ങളോട് വിശദീകരിച്ചപ്പോൾ രമേശ് ചെന്നിത്തലയും പറഞ്ഞ ഈ കാര്യം ഇത് തന്നെയായിരുന്നു. റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണോ ഇപ്പോഴത്തെ ഈ സർക്കാർ എന്ന ചോദ്യവും മുന്നോട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ട് തൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല എന്നുള്ളതിന് മുഖ്യമന്ത്രിക്ക് വാദങ്ങളില്ല. പലപ്പോഴും മാധ്യമങ്ങളെ പഴിചാരി രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രി ഇന്ന് ശ്രമിച്ചത്. അത് ഏറെ ശ്രദ്ധേയവുമാണ്. കാരണം നമുക്ക് അറിയാം, കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ മാധ്യമങ്ങളോട് തട്ടിക്കയറിയപ്പോഴൊക്കെ നിരവധി തവണ അതിനെതിരെ പ്രതികരിച്ച വ്യക്തിയായിരുന്നു വി ഡി സതീശൻ. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു കഴിഞ്ഞപ്പോൾ അതൊക്കെ ഓർമ്മ വന്നുപോയി. മാധ്യമങ്ങളോട് തട്ടിക്കയറുകയല്ല, മറിച്ച് മാധ്യമങ്ങൾക്ക് നേരെ എല്ലാ പഴിയും ചാരുകയാണ് ചെയ്തത്. നിങ്ങളല്ല അത് അന്വേഷിക്കേണ്ടത്, നിങ്ങളോട് പറയേണ്ട സമയത്ത് വ്യക്തമാക്കും. നടപടി എടുക്കേണ്ടത് ഏത് സമയത്താണോ ആ നടപടി എടുക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി, നിങ്ങളാണല്ലോ ഈ വാർത്തകളെല്ലാം സൃഷ്ടിക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അജിത് കുമാറിനെ DGP സ്ഥാനത്തേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വൈകിപ്പിച്ച് സർക്കാർ നാടകം കളിക്കുന്നത് ചില പ്രതിപക്ഷ കോണുകളിൽ നിന്നൊക്കെ ഉയരുന്നുണ്ട്. എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമേ അച്ചടക്ക നടപടികളിലേക്ക് കടക്കാനാകൂ എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ നിലപാട്. അപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാട് എന്ന് പറയുന്നത് ഇതുവരെ റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ല. റിപ്പോർട്ടുകൾ ലഭിച്ചതിന് ശേഷം മാത്രമാണ് ഇത് നടക്കുക എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നത് 20-ാം തീയതിയാണ് നിർണായകമായ ഒരു യോഗം ചേരുന്നത്. DGP ആരാണ് എന്നുള്ളതിനെ കുറിച്ചാണ് തീരുമാനിക്കുന്നതിനായിട്ടുള്ള ഒരു യോഗം ചേരുന്നത് 20-ാം തീയതിയാണ്. അപ്പോൾ 20-ാം തീയതി വരെ ഈ റിപ്പോർട്ട് മാറ്റിവെക്കുകയാണെങ്കിൽ അജിത് കുമാറിന് അവിടെ ഒരു സാധ്യതകൾ ഉണ്ടാകും. ആ സാധ്യതകൾ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം DGP സ്ഥാനത്തേക്ക് അജിത് കുമാർ വന്നു കഴിയുമ്പോൾ എല്ലാ രീതിയിലുള്ള അദ്ദേഹത്തിനെതിരായ അലിഗേഷൻസ് എല്ലാം തന്നെ മാറിപ്പോകുന്ന ഒരു കാര്യവും വരും. അപ്പോൾ അടികൊണ്ട A.D. തോമസും കൂട്ടാളികളും എല്ലാം ഇപ്പോൾ എന്ത് ചെയ്യും എന്ന ഒരു ചോദ്യം തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ സർക്കാർ, പിണറായി വിജയന്റെ സർക്കാർ അജിത് കുമാറിനെ സംരക്ഷിച്ചതുപോലെ തന്നെ ഈ കോൺഗ്രസ് സർക്കാരും UDF സർക്കാരും അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണോ എന്ന ഒരു ചോദ്യം കൂടി മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് നൽകിയ SITയുടെ റിപ്പോർട്ടിൽ നിന്നും 5 കാരണങ്ങളിൽ വ്യക്തതയില്ല എന്ന് പറഞ്ഞ ഈ റിപ്പോർട്ട് തിരിച്ചയച്ചത്. ഇനി 5 കാര്യങ്ങളിലെ വ്യക്തത പരിശോധിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് ഒരു തുടർ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഈ 5 കാര്യങ്ങളിൽ എന്ത് വ്യക്തത എന്നുള്ളത് എങ്ങനെ വ്യക്തത വരുത്താം എന്നുള്ളത് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ റിപ്പോർട്ട് വീണ്ടും പഠിച്ച് അതിനുശേഷം അന്വേഷണം നടത്തി വരുമ്പോഴേക്ക് 20-ാം തീയതി കഴിഞ്ഞു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ DGP എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് അജിത് കുമാറിനെ കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണോ ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളതും കൂടി ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. അപ്പോൾ തന്നെ അജിത് കുമാറിനെതിരെ നിരവധി അലിഗേഷൻസും ഒരുപാട് കാര്യങ്ങളും ഉയർത്തിയിരുന്നത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു മലക്കം മറിച്ചിൽ ഉണ്ടായിരിക്കുകയാണ്. പലപ്പോഴും മാധ്യമങ്ങൾ പറയുന്നത് വി ഡി സതീശൻ സർക്കാർ U-ടേൺ അടിക്കുകയാണ്, പല കാര്യങ്ങളിൽ നിന്നും പറയുന്നുണ്ട്. ഇപ്പോൾ U-ടേൺ അടിക്കുക എന്ന് പറയുന്നത് മാധ്യമങ്ങളാണല്ലോ, മാധ്യമങ്ങളുടെ നേരെ പഴിചാരി
ചാരിക്കൊണ്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു വി ഡി സതീശൻ ഇന്ന് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. അപ്പോൾ ADGP അജിത് കുമാറിന്റെ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് വി ഡി സതീശനും ആഭ്യന്തര വകുപ്പും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. കാരണം സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമാണ് എടുത്തു പറയുന്നത്. സാങ്കേതിക കാര്യങ്ങളിൽ തട്ടിത്തടഞ്ഞ് നടത്താനുള്ളതാണോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഉള്ള വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞതാണ് കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നുള്ളത്. അന്നത്തെ വാർത്താ സമ്മേളനം ഇപ്പോഴും അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം നൽകേണ്ടിയിരിക്കുന്നത് ഈ കേരളത്തിലെ പൊതുസമൂഹത്തോട് തന്നെയാണ്. കാരണം ഏറെ കയ്യടി നേടിക്കൊടുത്ത ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇത്. അന്ന് അടികൊണ്ട AD തോമസ് ഒക്കെ ഇപ്പോൾ വിചാരിക്കുന്നത് എന്താവും, തങ്ങളുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയായിട്ടും മന്ത്രിസഭയിലേക്ക് കടന്നു വന്നപ്പോൾ തങ്ങൾക്ക് നീതി ലഭിക്കും എന്ന വലിയ രീതിയിലുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയെല്ലാം അസ്തമിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന ഒരു നിമിഷങ്ങളിലൂടെ തന്നെയാണ് ഇന്ന് കേരള രാഷ്ട്രീയം കടന്നു പോകുന്നത്. തീർച്ചയായും ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ സാങ്കേതിക കാരണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരുന്നവരെ നമുക്ക് കാത്തിരിക്കണം. പക്ഷേ അപ്പോഴും ചോദിച്ചിട്ടും 20 നടക്കുന്ന യോഗത്തിലെ തീരുമാനം എന്താകും എന്നുള്ളതാണ്. DGP റാങ്കിലേക്ക് അജിത് കുമാറിനെ മാറ്റുമോ അങ്ങോട്ട് ഉയർത്തുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ കേരള സമൂഹത്തിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. എന്തായാലും വി ഡി സതീശൻ മന്ത്രിസഭ നിരവധി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴും അവിടെയും ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഇതെല്ലാം തന്നെ ഉണ്ടാവുന്നത്.